ഡോ ആ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു. അത് ആശുപത്രിയിൽ വിളിച്ചത്. അത് നോക്കണ്ട, താൻ വിളിച്ചേക്ക്. ഓ ഡാ, നീ ഇപ്പൊ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ പറഞ്ഞേ. ഡാ പറഞ്ഞോടാ. എടാ പറയടാ, എനിക്ക് വേറെ പണിയുണ്ട്. സർ സർ ഞങ്ങളെന്ന് ഇന്നത്തെ ട്രീറ്റ് എന്റെ വക. അളിയോ എന്ത് എന്തായിരിക്കും? I'm going to marry Dia. എടാ ഞാൻ ദിയെ കല്യാണം കഴിക്കാൻ പോകുന്നു. ശരിക്കും അതിന് വീട്ടിൽ സമ്മതിച്ചാ? സമ്മതിച്ചല്ലോ. എടാ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ വെച്ച് ഞാൻ മമ്മയുടെ കാര്യം അവതരിപ്പിച്ചു. ഞാൻ വിചാരിച്ച പോലെ തന്നെ മമ്മ ആദ്യം എതിർത്തെങ്കിലും പിന്നെ എന്റെ തന്ത്രപരമായിട്ടുള്ള ഇടപെടലിലൂടെ ഇന്ന് രാവിലെ മമ്മ സമ്മതിച്ചു. അതിന് അമ്മ മാത്രം സമ്മതിച്ചിട്ടുള്ളൂ, നിന്റെ അപ്പ സമ്മതിക്കണ്ടേ? നിന്റെ നമ്പറൊന്നും അങ്ങനെ അടുത്ത് ചെലവായില്ല മോനെ. ചെലവാവും അല്ലേ? ചെലവാക്കും. മമ്മ പറഞ്ഞ ചാച്ചൻ തള്ളി കളയുന്നില്ല, ചാച്ചൻ പറഞ്ഞാലോ അപ്പൻ തള്ളി കളയില്ല. മമ്മ വഴി ചാച്ചൻ, ചാച്ചൻ വഴി അപ്പൻ, മമ്മ വഴി ചാച്ചൻ, ചാച്ചൻ വഴി അപ്പൻ, ഇവരെല്ലാവരും വഴി ചിക്കൻ. കണ്ടോ? ആ എടുക്ക്. ഞാൻ വിചാരിച്ചപ്പോഴേക്കും അവള് വിളിച്ചിട്ടുണ്ട്. ഇതിനാണ് മനപ്പുറത്ത് എന്ന് പറയുന്നത്. ഹലോ ഹലോ, നീ എവിടെയാ? ഞാൻ കുറേ നേരമല്ലോ ട്രൈ ചെയ്തു. നീ ഇപ്പൊ എവിടെയാ? എവിടെയായിരുന്നു? ഒരു ഗെയിം കൂടെ. ഓക്കെ. അതെ, എനിക്കൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എനിക്കൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. യു ഫസ്റ്റ്. യു ഫസ്റ്റ്. അതെ, ഞാൻ മറ്റേ ഡ്യൂല് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതിന് അഡ്മിഷൻ കിട്ടി. 2 വീക്സിൽ ജോയിൻ ചെയ്യണം. മറ്റേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതിന് അഡ്മിഷൻ കിട്ടിന്ന്. 2 വീക്സിൽ ജോയിൻ ചെയ്യണം. ഞാനതിന് അപ്ലൈ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനെന്താ ഞാൻ പറഞ്ഞില്ല അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്റെ വാക്കിന് ഒരു വിലയില്ലേ? ഞാൻ പറഞ്ഞതിന് ഒരു വിലയില്ലേന്ന്. അതെന്റെ ഇഷ്ടമല്ലേ, ഞാൻ പറഞ്ഞല്ലേ ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഞാനിപ്പോ ആരായി? ദിയ, മമ്മയോട് നമ്മുടെ കല്യാണക്കാരൻ ഞാനൊരു കണക്കിനാ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. ആ ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. നീ എന്തായി പറയുന്നേ? നിന്നോട് ആരപ്പോ വീട്ടിൽ കല്യാണക്കാര്യം പറയാൻ പറഞ്ഞേ? ഞാൻ കല്യാണത്തിന് റെഡിയില്ലെന്ന് പറഞ്ഞല്ലേ, നീ എന്താ ഇപ്പൊ വീട്ടിൽ പറയാൻ പോയേ? നീ ആരോട് വെച്ചിട്ടാ കോഴ്സിന് അപ്ലൈ ചെയ്തേ? അത് എന്റെ ഇഷ്ടമല്ലേ. എന്തായാലും എന്റെ ഇഷ്ടം. അമലി ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന പോലെയാണോ കല്യാണക്കാര്യം? അത് നമ്മൾ രണ്ടുപേരും കൂടി ഡിസൈഡ് ചെയ്യേണ്ടല്ലേ? നിനക്ക് എപ്പോഴും നിന്റെ താല്പര്യങ്ങളും നിന്റെ ഇഷ്ടങ്ങളും നിന്റെ കുറെ ഫ്രണ്ട്സും. You are selfish. അമലി സൗണ്ട് കുറച്ച് സംസാരിക്കും. എന്ത് പറഞ്ഞാലും സെൽഫിഷ് സെൽഫിഷ് സെൽഫിഷ്. എന്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെയാ ഫ്യൂച്ചർ സ്പെൻഡ് ചെയ്യുന്നേ? എന്താ പറഞ്ഞേ? I said exactly what I meant. Dia. Hey Dia, what's up? അവനോട് ചോദിക്കാം. ഞാൻ പറയുന്ന കേക്ക്. എങ്ങോട്ടാ? ദിയ. ചേട്ടാ ഉള്ളൂര്. എന്താടാ? അവൾക്കിപ്പോ കല്യാണം വേണ്ട, പഠിക്കാൻ പോണോന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ടാവാന്നായിരിക്കും. അല്ലടാ, ഞാനത്ര പോരാ, എന്നെ സഹിക്കാൻ പറ്റില്ല. അവൾ എന്താ കരുതി എന്നെ കുറിച്ച്? ഒരു ഗ്ലാസ് വെള്ളം കൊടു. ആ കൊച്ചിന്റെ മെഡിക്കൽ എന്തായി? സാറേ, ആശുപത്രിയിലോട്ട് ഇപ്പം വിളിക്കാം. അവക്ക് എന്നെ ഡംപ് ചെയ്യണമെന്ന്. അവക്ക് എന്നെ ശരിക്കും അറിഞ്ഞൂടാ. അളിയ, are you mad? എടാ, ഒരുത്തി പോയ വേറൊരുത്തി വരൂടാ. പിന്നല്ല. എടാ, എനിക്ക് അവൾ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലടാ. അവളില്ല. നീ ഒന്ന് സമാധാനിക്കും. അവളോട് ഞങ്ങള് സംസാരിക്കാം അല്ലേ? ദിപ്പ് വിളിക്കണോ? നീ വിളിക്കളിയാ, ഒരു സമാധാനം ഉണ്ട്. ഇനി അതിന്റെ ഒന്നും കാര്യമില്ല. വിളിച്ചു നോക്കട്ടെ ബ്രോ. ഹലോ
ഹാ ദിയ ഹാ ആ അതന്നെ ഇല്ല ഒരു വട്ടം കൂടി സംസാരിക്കുന്നു അവന് സംസാരിക്കാൻ ചാൻസ് കൊടുക്കും ഒരു വട്ടം കൂടി. എടാ നീ എന്തിനാ റിക്വസ്റ്റ് ചെയ്യുന്ന അവളോട്? അവരോട് ഫോൺ കട്ട് ചെയ്യാൻ പറ. ആ നിക്ക് ഓക്കെ സംസാരിക്കാൻ ഓക്കെ ഓക്കെ അളിയ അവളിപ്പോ ഒരു ഗ്യാതറിംഗിലാണ്. ഫ്രീ ആകുമ്പോ ഒന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത്രേ നീ ഉള്ളൂ. ചില്ലാക്, നമുക്ക് സംസാരിച്ചെടുക്കാലോ. ഒരു ഗ്യാതറിംഗ് എന്താടാ പറ്റില്ലളിയാ. എനിക്ക് അവളെ ഇപ്പൊ കാണും. എന്നെ പറ്റിച്ചിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച അളിയാ വേണിക്ക് ഇറങ്ങിക്കോ, നമുക്ക് പോയേക്കാം. ഇപ്പഴോ? എഴുന്നേക്കളിയാ. ഞാൻ പോയി സംസാരിക്കടാ. എടാ ഞാൻ പോവാടാ. ഞങ്ങൾ സംസാരിക്കാം. നീ ഇവിടെ നിന്നാ മതി. പോയിട്ട് നീ അവിടെ പോയാലേ പാർട്ടിയാണ്, പോട്ടിയാക്കും. ഞാൻ തന്നെ പോണം. നീ ഫ്രണ്ടിലിടണം, നിന്റെ പ്ലാനല്ലേ. ഞാൻ തന്നെ നീ സംസാരിക്കാൻ പ്ലാൻ നീ നിർബന്ധമൊന്നുമില്ല കേട്ടോ. തന്നെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യും. പോ, come on, വാ. നീ അതിന്റെ ആവശ്യമൊന്നുമില്ലേനോ, നീ തന്നെ സംസാരിച്ചാൽ മതി അവളോട്. ഒന്ന് രണ്ട് പിടിച്ച് കയറി. നീ ഇവിടെ പോണു. ഇവിടെയാണ്. ഇതുവഴിയാണോ? ആ പോളാ നീ. എല്ലാ അളിയാ വെള്ളമടിച്ച് മതി. ആ, ദിയല്ലേ? ദിയുണ്ട്. വിളിക്കൂ. ദിയ ആ, അറിയില്ല. എന്റെ ഫ്രണ്ട്സാ. ഞാൻ പറഞ്ഞല്ലേ ഇന്നിപ്പോ കാണാൻ പറ്റില്ല, ഫെയർവെൽ പാർട്ടി ഉണ്ടെന്ന്. അല്ല ഇന്നലെ പിന്നെ എന്നാണ്? നാളെ നിനക്ക് വീട്ടിലേക്ക് പോണ്ടേ? അല്ല, നാളെ വൈകുന്നേരം ഞാൻ വീട്ടിൽ പോകുന്നുള്ളൂ, രാവിലെ കാണാം. ആ അല്ല നീ ഒറ്റ സെക്കൻഡ് വന്ന് സംസാരിച്ചു വേഗം പോവും. എന്ത് സുജിത്തേട്ടാ, ഞാൻ പറഞ്ഞല്ലേ ഫെയർവെൽ പാർട്ടിയാ എനിക്ക് വേണ്ടി നടത്തുന്ന ഗ്യാതറിംഗ്. നമുക്ക് എന്തായാലും നാളെ കാണാം, പ്രോമിസ്. ഞാൻ എപ്പോഴാ പറഞ്ഞല്ലേ? ബൈ ദിയ. പോടാ. എടാ കുഴപ്പമൊന്നുമില്ലടാ, നാളെ കാണാലോ. അതിനെന്തിപ്പോ? വേടാ. എടാ അവളില്ലേ? എല്ലാം സോൾവ് ആക്കിട്ട് പാ പോവാ. എടാ അവളില്ലേ? നീ വാ പോവാ. എടാ എനിക്ക് അവളോട് സംസാരിക്കണം. നീ വണ്ടി കയറി. ഞാൻ സംസാരിക്കാൻ വണ്ടി കയറി പിടിച്ചേടാ. അങ്ങനെ ഞാൻ അവളെ കണ്ടാല് കേറാ. ഞാൻ അവളെ എടാ കാണാം, സംസാരിക്കാം. ഞാൻ നാളെ കണ്ടു. കേറിക്കോ. ലേറ്റ് ആയല്ലോ, ഇവിടെ സംസാരിച്ചാ പോരെ? എടാ അമ്മ സംസാരിക്കണം. അമലെവിടെ? എന്റെ ഫ്ലാറ്റിലുണ്ട്. ചേട്ടാ എനിക്കൊരു മണിക്കൂറിൽ പോകണം കേട്ടോ, ട്രെയിനുണ്ട്. എത്ര മണിക്കാ ട്രെയിൻ? 7:30. ഇനിയും കുറെ മണിക്കൂറുണ്ടല്ലോ. സമയം സമയം കുറെ ഉണ്ട്. ഹലോ, ആ പറയൂ ഡോക്ടർ. ആ ഞങ്ങൾ എത്തിക്കോളാം. ഓക്കെ ശരി. സിനി ആശുപത്രിയിൽ നിന്ന് വിളിച്ചത്. ഓ എന്തായാലും നമുക്ക് പണിയായി. സർ സിനി, ആ കുട്ടിയെ മെഡിക്കൽ എക്സാമിനേഷൻ കൊണ്ടുവന്ന ഡോക്ടർ പറഞ്ഞു. സർ ഒന്ന് അവിടെ വരെ പോകണം. സർ വർത്തമാനം പറയാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ മൊഴി കൂടി ഒന്ന് എടുത്തേക്കണം. ഓക്കെ ഓക്കെ സർ. ദേ ഇവനെ കൂടെ പുറത്തേക്കുണ്ടോ? വാ. ദിയ, മെഡിക്കൽ എക്സാമിനേഷൻ്റെ കൺസേൺഡ് ആവശ്യമുണ്ട്, ഒന്ന് ഒപ്പിടുവോ? അവിടെ ചോദിക്കുക. അതെ, ഈ ഒബ്സർവേഷൻ വാർഡ്. ഒബ്സർവേഷൻ അല്ലേ ഇതോ അവിടെ? കൊച്ച എഴുന്നേറ്റേ, ആ ഉടുപ്പൊക്കെ ഊര്. ആ അങ്ങോട്ട് എഴുന്നേറ്റ് ആ ഉടുപ്പൊന്ന് മാറ്റിക്കേ. മേനക്കെടുത്താ ഉടുപ്പ് ഊര് കൊച്ചേ. ആ ദേ അടിവസ്ത്രങ്ങളൊക്കെ മാറ്റി കവറിലോട്ടിട്ടേ. ഊര് കൊച്ചേ, ഊരങ്ങോട്ട്. കയ്യും തിരിച്ചേ.
lacerated wound. A lacerated wound 4 into 1 centimeter on the left side of the forehead. There are some nail marks on the neck. Multiple nail marks on either side of the neck. There is a scratch on right nose. Lacerated wound 4 into 1 centimeter on the right forearm. Sorry, Mole. Sorry. സിസ്റ്റർ, ഈ കയ്യിൽ ടെൻഡർനെസ് ഉണ്ട്. എക്സ്റേ എന്തായാലും എടുക്കണം. ഓക്കെ ഡോക്ടർ. ഒന്ന് തിരിയോ. പതുക്കെ. ഓക്കെ. Contusion on the left lumbar region 3 into 2 centimeters. ഓക്കെ, തിരിഞ്ഞു കിടന്നു മോളെ. Madam, shall I collect the swabs and smears also? ഓ ഷുവർ. കാലങ്ങോട്ട് പൊക്കിയൊക്കെ വെച്ചേ. പൊക്കി വെക്കുന്ന. പതുക്കെ. ഓക്കെ ഡോക്ടർ. ഇല്ല മോളെ. ഇല്ല. റിലാക്സ്. ഇല്ല മോളെ. റിലാക്സ്. ഓക്കെ. Dia. Oh my baby. No. കഴിഞ്ഞു. Yes, it's over. Relax. Is it okay? Yes, sir. കഴിഞ്ഞു. സിസ്റ്റർ. യെസ് ഡോക്ടർ. നെയിൽ ക്ലിപ്പിംഗ് ഒന്ന് എടുക്കണം. DNA അനാലിസിസിനുള്ള സാമ്പിൾസ് കൂടി അയക്കണം. ശരി. ഓക്കെ. ശരി. ഓക്കെ. ശരി. അതാ ഡോക്ടർ. ഡോക്ടറെ, അതെ, നിങ്ങളോട് ആരാ പറഞ്ഞ് ഈ പോലീസിനെ വിളിക്കാൻ? അതെൻ്റെ ഡ്യൂട്ടിയാണ്. ഈ കണ്ടീഷനിൽ ഒരാളെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണോ അതേ ഞാൻ ചെയ്തുള്ളൂ. ഓ, എൻ്റെ കുട്ടിയുടെ കാര്യം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാനല്ലേ തീരുമാനിക്കണ്ടേ? ഏയ്, കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലീസിനോട് പോയി പറഞ്ഞോളൂ. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തോന്നിവാസം കാണിച്ചിട്ടെങ്കിൽ ന്യായീകരിക്കാം. സൂക്ഷിച്ച് സംസാരിക്കണം, പിന്നെ അല്ലെങ്കിൽ പോലീസിനെ ഞാൻ ആ എന്നാ വിളിക്ക് പോലീസിനെ വിളിക്ക്. സെക്യൂരിറ്റി. എന്തോ നിങ്ങളുടെ വിചാരം എന്താണ്? ഇവരാരാ എന്റെ കൊച്ചിന്റെ കാര്യം തീരുമാനിക്കാൻ? വഴക്കല്ല, ഞാൻ ന്യായമാണ്.